ഇന്നത്തെ യാത്ര വേളൂരോട്ടം മഹാദേവ ക്ഷേത്രത്തിലേക്കാണ്. അവിടുത്തെ രണ്ട് പ്രതിഷ്ഠകൾ ശിവനാണ്, വടക്കിനപ്പനും തെക്കനപ്പനും. രണ്ടുപേർക്കും ഓരോരോ കൊടിമരവുമുണ്ട്. വർഷത്തിൽ 365 ദിവസവും സർപ്പങ്ങൾക്ക് തളിച്ചുകൊടയും വെച്ച് നേദ്യമുള്ള കേരളത്തിലെ ഏക അമ്പലമാണ് വേളൂരോട്ടം. എല്ലാ ദിവസവും 10:30 ആകുമ്പോഴാണ് അവിടുത്തെ ചടങ്ങുള്ളത്. ക്ഷേത്രത്തിലെ ഏക അമ്പലം എന്നുള്ളത് എൻ്റെ അറിവാണ്, വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അവിടുത്തെ മെയിൻ ഉത്സവം എന്ന് പറഞ്ഞാൽ ശിവരാത്രി ഉത്സവമാണ്. അവിടുത്തെ ഉപദേവതകൾ അയ്യപ്പൻ, ഗണപതി, പിന്നെ മഹാവിഷ്ണു, ഇതെല്ലാവരും ചുറ്റമ്പലത്തിന് ഉള്ളിലാണ് ഇരിക്കുന്നത്. പിന്നെ പുറത്തുള്ളത് അറുകുലയുണ്ട്, ബ്രഹ്മരക്ഷസ്, സർപ്പങ്ങൾ, യക്ഷിയമ്മ. നക്ഷത്രക്കാവും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. കുറച്ചുനാളെ ആയുള്ള ഇവിടെ നക്ഷത്രക്കാവ് ഉണ്ടാക്കി വെച്ചിട്ട് അത് ഓരോ നക്ഷത്രക്കാർക്കും ഓരോ മരങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൊരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ 27 നക്ഷത്രക്കാർക്കും ഓരോ മരങ്ങളാണ് അവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ നാടുകാരും അവിടെ വരുമ്പോഴത്തേക്ക് അവിടുന്ന് പൈപ്പിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഓരോരോ നക്ഷത്രത്തിൻ്റെ മരത്തിലേക്ക് ഒഴിക്കും. ഒറ്റ നമസ്കാരം, കൂട്ടു നമസ്കാരം, പിതൃ നമസ്കാരം, ഇതൊക്കെ ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ്. എല്ലാ ദിവസവും അവിടെ ഉണ്ട് കേട്ടോ. അത് വഴിപാട് കാണിച്ചാൽ അമ്പലത്തിന് തെക്കേ സൈഡിലായിട്ട് ഒരു ക്ഷേത്രക്കുളമുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് ഇത് വെക്കാനായിട്ട് കാക്കയ്ക്ക് വന്നെടുക്കാൻ വേണ്ടിയിട്ട് ഭാഗത്തിന് അവരവിടെ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് ശനിയാഴ്ച ആയതിനാലായിരിക്കും ഇന്നധികം തിരക്കുകളും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. സാധാരണ ഞായറാഴ്ചയാണ് ഒത്തിരി ജനങ്ങളൊക്കെ അവിടെ വരുന്നത്. പിന്നെ അവിടെ ഓഡിറ്റോറിയം ഉണ്ട്. അവിടെ കല്യാണങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഓഡിറ്റോറിയം കൊടുക്കാറുണ്ട്. റിസപ്ഷൻ ഒന്നും അങ്ങനെ നടത്താറില്ല, കാരണം അമ്പലത്തിൻ്റെ ഭാഗമായതുകൊണ്ട് നോൺ വെജ് ഒന്നും അവിടെ പറ്റില്ലല്ലോ. അതുകൊണ്ട് റിസപ്ഷനും കാര്യങ്ങളൊന്നും അവിടെ ആരും അങ്ങനെ നടത്താറില്ല. കല്യാണം മണ്ഡപമായിട്ട് അവിടെ കല്യാണങ്ങൾ നടത്താറുണ്ട്. ഇത് അമ്പലത്തിൻ്റെ പുറകെ സൈഡാണ്, അതായത് പടിഞ്ഞാറേ സൈഡ്. ഇത് രസീത് എഴുതുന്ന കൗണ്ടറാണ്. ഇന്ന് വലിയ തിരക്കൊന്നും ഇല്ലാത്തതിനാലാണ് അവിടെ ക്യൂകളൊന്നും കാണാത്തത്. ഇതാണ് ഓഡിറ്റോറിയം, ഞാൻ പറഞ്ഞ കല്യാണ മണ്ഡപത്തിൻ്റെ ഓഡിറ്റോറിയം ഇല്ലേ, അവിടെ ചുറ്റമ്പലത്തിന് മറ്റേ നടപ്പന്തൽ പണി നടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ അൽക്കുലത്തായിട്ട് കിടക്കുന്നത്. ചുറ്റമ്പലത്തിൻ്റെ പണി നടക്കുകയാണ്. അമ്പലത്തിൻ്റെ വടക്ക് ഭാഗത്ത് നിന്നിട്ട് ഒന്ന് കവർ ചെയ്ത വിഷ്വലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ആൽമരമുണ്ട്, കണ്ടോ? നല്ല ശാന്തമായൊരു ദൃശ്യമാണ്. അവിടെ 41-ൻ്റെ ഭജന നടക്കുന്നതുകൊണ്ട് കുറേ ചേച്ചിമാരൊക്കെ അവിടെ ഇരുന്നിട്ട്